ഒരു പൂ ചോദിച്ചപ്പോൾ പൂങ്കാവനം കിട്ടി എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ, അതുപോലൊരു സംഗതിയാണിത് കേട്ടോ. എനിക്ക് ചെടികളോട് പൊതുവേ ഭയങ്കര താല്പര്യമാണ്. അത് ഇലച്ചെടികളോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. പൂ പൂ ഇടുന്നത് ഞാൻ ഇതിന് മുമ്പ് ഒരു ലോങ് വീഡിയോ പറഞ്ഞില്ല, എനിക്ക് അത്ര വലിയ ഇതില്ല. അപ്പം ഞാൻ ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ചേച്ചി എനിക്ക് കൊണ്ടുവന്ന ക്യാറ്റ്സ് ക്ലൗ ഉണ്ടല്ലോ, എനിക്ക് ആ ചെടിയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പൂവിനേക്കാൾ ഉപരി അതിൻ്റെ ഇല ഉണ്ടല്ലോ, അത് പ്ലാസ്റ്റിക് കണക്ക് നിൽക്കും, കാണാൻ നല്ല ഭംഗിയാണ്. അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ബാക്കിൽ മതിൽ വെച്ച് പിടിപ്പിച്ച് അവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കോളാമ്പി കണക്കത്തൊരു പൂ ഉള്ള ഒരു ചെടി, ഒരു നീല കളർ, നീലയെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ലാവൻഡർ കളർ പൂവുള്ള ഒരു എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നെക്കായി ഇരട്ടി പ്രാന്താണ് ചേച്ചിക്ക് ചെടിയെന്ന് വെച്ചാൽ. ചേച്ചിയുടെ വീടൊന്നും നിങ്ങൾ കാണണം. ഞാൻ എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ ഒരു ഹോം ടൂർ ചേച്ചിയുടെ വീടിൻ്റെ എടുക്കാം. അപ്പോൾ ഫിലോഡെൻഡ്രൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പിങ്ക് കളർ ഈ വന്ന ചെടിയില്ലേ, ഇതും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റ്, ഇതിൻ്റെ പേര് എനിക്ക് പക്ഷേ വലിയ പിടുത്തമില്ല കേട്ടോ. പിന്നെ ലക്കി ബാമ്പു, ഞാൻ ലക്കി ബാമ്പു എന്നാണ് പറയുന്നത്. ആ ഇലച്ചെടിയെ ഞാൻ ലക്കി ബാമ്പു എന്നാണ് പറയുന്നത്. നിങ്ങളിനി എന്താണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് ഇതുവരെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ തന്നെ 2 വെറൈറ്റി ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നടുക്ക് ഇങ്ങനെ വരയുള്ളതും ഒരു ഡാർക്ക് ഷെയ്ഡ് വരും, സൈഡിൽ 2 നിയോണും നടുക്ക് ഡാർക്കും വരും. ഇതിപ്പോൾ ഡാർക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതല്ല, അത് ഡാർക്കാണ്. കാര്യം അത് വെയിലത്ത് നിന്നുകൊണ്ടാണ്, വെയിലത്തോ തണലത്തോ അങ്ങനെ എന്തോ നിന്നുകൊണ്ട്, ഇതിനൊന്നും അധികം വെയിൽ വരുന്ന ഇതല്ല. അപ്പോൾ നമ്മൾ വെച്ച് കിളിപ്പിച്ച് അതിന് വേണ്ടുന്ന ഷെയ്ഡ് കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളറും എല്ലാം കറക്റ്റായിട്ട് വരും. അങ്ങനെ ഇതിത്ര എനിക്ക് കിട്ടി. ഞാനിതൊക്കെ അടുക്കളയിലൊക്കെ സെറ്റ് ചെയ്തു, ക്യാറ്റ്സ് ക്ലൗ നട്ടു.